ഹലോ ഓൾ, JEE മെയിൻ സെഷൻ 1 എക്സാം എഴുതി ഇനി അഡ്വാൻസ്ഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അതായത് IIT തന്നെ സ്വപ്നം കാണുന്ന സെഷൻ 1 ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ആൻസർ കീ ചെക്ക് ചെയ്തപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാർക്ക് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന കുട്ടികൾക്ക് ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം? നമ്മുടെ മെയ് 18 നടക്കുന്ന അഡ്വാൻസ്ഡ് എക്സാം മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. അതല്ലാതെ ഏപ്രിൽ 10 JEE മെയിൻ്റെ സെഷൻ 2 തീർത്തിട്ട് പിന്നെ കിട്ടുന്ന ഒരു മാസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, വേണ്ട രീതിയിൽ അഡ്വാൻസ് ലെവലിലേക്ക് എത്താൻ സാധിക്കില്ല. അത് നമ്മൾ ഇപ്പോഴേ എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു 3-4 മാസം, അടുത്ത 3 മാസം അല്ലേ, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, നമുക്ക് 3-3.5 മാസമുണ്ട്. അടുത്ത 3.5 മാസം കൊണ്ട് എങ്ങനെ JEE മെയിൻ ലെവലിലുള്ള ഒരു സ്റ്റുഡൻറ്റിന് അഡ്വാൻസ്ഡ് ലെവലിലേക്ക് ലെവലപ്പ് ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മൾ അഡ്വാൻസ്ഡ് എക്സാമിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈവൻ നിങ്ങൾ ചിലപ്പോൾ ഒരു 97% സ്കോർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളവരാവാം, അല്ലെങ്കിൽ 98 ആവാം. എന്താണെങ്കിലും അഡ്വാൻസ്ഡ് എക്സാമിൻ്റെ ആക്ച്വൽ പാറ്റേൺ എന്താണ്, അത് റിക്വയർ ചെയ്യുന്ന ഒരു ഇൻറ്റൻസിറ്റി എന്താണെന്നുള്ളത് പലപ്പോഴും നിങ്ങൾ ഒരു ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് JEE അഡ്വാൻസ്ഡ് എക്സാം എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആണ്, ഡൈനാമിക് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. പാറ്റേൺ ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഈവൻ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസോ ടോട്ടൽ മാർക്ക് പോലും കഴിഞ്ഞ വർഷങ്ങൾ മുഴുവൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള ഒരു നമ്പർ അല്ല, അതിലെല്ലാം വേരിയേഷൻസ് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും എക്സാം ഇങ്ങനെ ആയിരിക്കുമെന്ന് ഉറപ്പിച്ചിട്ട് ഒരു സ്റ്റുഡൻറ്റിന് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, JEE അഡ്വാൻസ്ഡ് എക്സാം എഴുതാൻ വേണ്ടി പോകാൻ സാധിക്കില്ല. ക്വസ്റ്റ്യൻസ് ആർ കോൺസെപ്ച്വലി ഡീപ്പർ ആൻഡ് റിക്വയർ അനലിറ്റിക്കൽ തിങ്കിങ്. വളരെ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പലതും സോൾവ് ചെയ്യാൻ എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് ആവില്ല, പക്ഷേ നമുക്ക് ആ കോൺസെപ്റ്റ് ഏറ്റവും ബേസിക് ആയിട്ട് തന്നെ വളരെ ഡീപ്പായിട്ട് അറിഞ്ഞാൽ മാത്രമേ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സാധിക്കുള്ളൂ. റിക്വയർ ഇൻ ഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സിലബസ് നന്നായിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാവണം. ഇവിടെ ഹൈ വെയിറ്റേജ്, ലോ വെയിറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള അത്തരം പരിപാടികളൊന്നുമില്ല. എൻ്റയർ സിലബസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, വളരെ ഡീപ്പായിട്ട് കവർ ചെയ്തിട്ടുണ്ടാവണം. ലോ സ്കോറിംഗ് എക്സാം ആണ്, അതാണ് നിങ്ങൾ അടുത്ത് മനസ്സിലാക്കേണ്ടത്. ഒരു ലോ സ്കോറിംഗ് എക്സാം ആണ്. ഇവിടെ ഒരിക്കലും നമുക്ക് പോയിട്ട് 100 out of 100 അല്ലെങ്കിൽ 90% അല്ലെങ്കിൽ A+ കിട്ടുന്ന ഒരു എക്സ്പെക്ടേഷനേ പാടില്ല. JEE അഡ്വാൻസ്ഡ് എക്സാമിൽ ഓൺലി റിക്വയർ 50% മാർക്സ് ടു ഗെറ്റ് എ ഗുഡ് റാങ്ക്. വെറും 50% മാർക്ക് ഉണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റാങ്കിലേക്ക് എത്താൻ പറ്റുന്ന എക്സാമാണ് JEE അഡ്വാൻസ്ഡ്. ഇതിൻ്റെ ക്വാളിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 35% വേണം. ടോട്ടൽ മാർക്ക് 35% എങ്കിലും ഉണ്ടെങ്കിൽ, അപ്രോക്സിമേറ്റ്ലി 35% ആണെങ്കിൽ നമ്മൾ കട്ട് ഓഫ് ക്വാളിഫൈ ചെയ്തിട്ട് റാങ്ക് ലിസ്റ്റിൽ നമ്മൾ കയറി പറ്റുള്ളൂ. മനസ്സിലായോ? ബാക്കി അവിടെ നിന്ന് അങ്ങോട്ട് കിട്ടുന്ന ഓരോ മാർക്കും നമുക്ക് ബോണസ് ആണെന്ന് തന്നെ കരുതാം. 50%, 60% ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ നല്ല റാങ്കിലേക്ക് എന്ത് ചെയ്യും, എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ്, JEE മെയിൻ്റെ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ അനലൈസ് ചെയ്യണം. അതിൻ്റെ റെസ്പോൺസ് ഷീറ്റ് വരുന്നുണ്ട്. നിങ്ങളുടെ പെർസെൻറ്റേജ് സ്കോർ ഫെബ്രുവരി 2nd വീക്കിൽ പുറത്തിറങ്ങും. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അനലൈസ് JEE മെയിൻ റിസൾട്ട് ആൻഡ് ഐഡന്റിഫൈ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നസ്. ഏത് സബ്ജക്റ്റിൽ എത്ര മാർക്ക് കിട്ടി, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ തെറ്റിച്ചത്, നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക്ക്, ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് JEE മെയിൻ ജനുവരി എന്തായാലും എഴുതണം എന്നുള്ളത് എപ്പോഴും ടീച്ചേഴ്സ് നിങ്ങൾ അഡ്വൈസ് ചെയ്യുന്നത്. ഫോക്കസ് ഓൺ ഏരിയാസ് ദാറ്റ് നീഡ് ഇംപ്രൂവ്മെൻറ്റ് എവിടെ വേണം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു ഇപ്പോൾ കഴിഞ്ഞ JEE മെയിൻ എക്സാം വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്ന മാക്സിമം ഇൻസൈറ്റ്സ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ JEE മെയിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ച് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ച് വളരെ ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റും. ഒന്ന്, 98+% ആണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബിളി നമുക്ക് NITയിൽ ഒരു സീറ്റ് കിട്ടും എന്ന് നമുക്ക് എന്തായാലും പറയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി അഡ്വാൻസ്ഡ് എക്സാമിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ? 98+ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് എക്സാമിന് മാത്രമായിട്ട് ഡയറക്ട്ലി ഓൺ അഡ്വാൻസ്ഡ് എക്സാം ആ പ്രിപ്പറേഷൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വരാൻ പോകുന്ന സെഷൻ 2 എന്തായാലും ഹെൽപ്പ് ചെയ്യും. ഒരിക്കലും അത് നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യാൻ പോകുന്നില്ല. എന്ന് മാത്രമല്ല, ഈ ഒരു റിസൾട്ട് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സീറ്റ് ഉറപ്പാണ്. ആ ധൈര്യത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം. പിന്നെ 95% മുകളിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെയിൻസിനും അഡ്വാൻസ്ഡും രണ്ടിനും വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. മനസ്സിലായോ? 2 ടൈപ്പ് ഓഫ് മോക്ക് ടെസ്റ്റും എഴുതിയിട്ട് വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോകാൻ. കാരണം 95+ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഒരു 97.5ലേക്കോ 98ലേക്കോ ഇത് എത്തിക്കണം. അതിൻ്റെ കൂടെ തന്നെ അഡ്വാൻസ്ഡ് എക്സാമിന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. 90+% ബിറ്റ്വീൻ 90 and 95 ആണ് നിങ്ങളുടെ റിസൾട്ട് വരാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് മെയിൻസിൽ തന്നെയാണ്. ബിക്കോസ് ഈ വർഷത്തെ ജനറൽ കാറ്റഗറി കട്ട് ഓഫ് എന്ന് പറയുന്നത് മിക്കവാറും 94.5 ഒക്കെ ആയിരിക്കും. എന്ന് വെച്ചാൽ 90 to 94.5 അഡ്വാൻസ്ഡ് എക്സാമിന് ക്വാളിഫൈ ചെയ്യാൻ പോലും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ മെയിൻസിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ 3 കാറ്റഗറിയിലുള്ള ആളുകൾ നിങ്ങളുടെ ഇത് നോട്ട് ചെയ്യുക. അപ്പോൾ 95+ വരുമെന്ന് സാധ്യതയുള്ള കുട്ടികൾ എന്ത് ചെയ്യുക, ബാക്കി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഓവറോൾ വൈബ് ഓഫ് JEE അഡ്വാൻസ് നമ്മൾ അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡുവൽ പേപ്പറുകൾ, ഒരു ദിവസം തന്നെ 6 മണിക്കൂറിൻ്റെ എക്സാം എഴുതണം നമ്മൾ, അല്ലേ? കൺസിസ്റ്റ് ഓഫ് 2 കമ്പൽസറി പേപ്പേഴ്സ് ഈച്ച് ലാസ്റ്റിംഗ് 3 hours കണ്ടക്റ്റഡ് അറ്റ് ദ സെയിം ഡേ. ഒരേ ദിവസം രാവിലെയും വൈകിട്ടുമായിട്ട്. എനിക്ക് തോന്നുന്നു 9 മണി മുതൽ 12 മണി വരെ, അല്ലെങ്കിൽ 9:30 to 12:30 ആണ്. അതുപോലെ 2:30 to 5:30 എന്ന് പറയുന്ന 2 എക്സാമുകൾ നമ്മൾ രണ്ടും എഴുതണം ഒരേ ദിവസം തന്നെ. ഡൈനാമിക് ക്വസ്റ്റ്യൻ പാറ്റേൺസ് ആണ്. എക്സാം ഫീച്ചേഴ്സ് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻ ടൈപ്പ്. അതിൽ സിംഗിൾ കറക്റ്റ് ആൻസർ,
ആൻസർ ഉണ്ട്, മൾട്ടിപ്പിൾ കറക്റ്റ് ആൻസറുകൾ ഉണ്ട്, അതുപോലെ ന്യൂമറിക്കൽ, ഇൻഡിജർ ടൈപ്പ് ഉണ്ടാവാം, മാച്ച് ദ ഫോളോയിങ് ഉണ്ടാവാം, അസേർഷൻ റീസണിംഗ് ഉണ്ടാവാം, പാരഗ്രാഫ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ഇങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും നമ്മൾ കാണാറുണ്ട്. അൺപ്രഡിക്റ്റബിൾ ആണ്, ഒരിക്കലും നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു 90% ക്വസ്റ്റ്യൻസും ഫ്രഷ് ആണ്, ഇതുവരെ നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. മേ ബി എ ഫ്യൂ ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും മുന്നേ എവിടെയെങ്കിലുമൊക്കെ കണ്ടതിനോട് ഒരു സിമിലാരിറ്റി ഉള്ളത്. ബാക്കിയെല്ലാം ഓരോ വർഷവും പുതിയതായിട്ട് ഡിഫറെൻറ്റ് IITs ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. സ്ട്രക്ചർ ആൻഡ് ഡിഫിക്കൽട്ടി ക്യാൻ വാരി ആനുവലി, റിക്വയറിംഗ് അഡാപ്റ്റബിലിറ്റി ഫ്രം കാൻഡിഡേറ്റ്സ്. സബ്ജക്ട് വൈസിലേക്ക് നമ്മൾ ഇനി പോകണം. അപ്പോൾ ഓവറോൾ എക്സാം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇതെന്തല്ല, ഇത് ചെറിയൊരു കളിയല്ല. അതായത് നമ്മൾ കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷനോട് കൂടി വളരെ ഇൻറ്റൻസീവായിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്കിത് നല്ല റാങ്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുള്ളൂ. ഓരോ സബ്ജക്ട് വൈസ് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫിസിക്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫിസിക്സ് മെയിൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ടഫാണ്, ഒരു സംശയമില്ല. വളരെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതിൽ തന്നെ പലതും ഒരു ഡെറിവേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ആ തന്നിരിക്കുന്ന ഫിസിക്സ് സിറ്റുവേഷനെ മനസ്സിലാക്കി വേരിയബിൾസും അതുപോലെ തന്നെ ക്വാണ്ടിറ്റീസൊക്കെ നമ്മൾ തന്നെ എഴുതി നമ്മളൊരു മിനി ഡെറിവേഷൻ തന്നെ നമ്മൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നടത്തേണ്ടി വരും. എന്നിട്ടാണ് നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ എത്തുക. ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരുപാടെണ്ണം ഉണ്ടാകും. ഡീപ്പർ അണ്ടർസ്റ്റാൻഡിംഗ് ഇൻ കോൺസെപ്റ്റ്സ് ആൻഡ് ഡെറിവേഷൻസ് റിക്വയർഡ്, ഇതാണ് ഞാൻ പറഞ്ഞത്. അതായത് അഡ്വാൻസ്ഡ് എക്സാമിന് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫോർമുല അല്ല പഠിക്കേണ്ടത്, പകരം ഡിറൈവ് ചെയ്യാനുള്ള ഫിസിക്സ് നോളജ് ആണ് വേണ്ടത്. ആ ഫിസിക്സിലൊരു സിറ്റുവേഷൻ, ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് താഴേക്ക് വീഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫിസിക്സിലേക്ക് മാറ്റിയിട്ട് മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ആക്കി മാറ്റി അതിൻ്റെ ഫൈനൽ റിസൾട്ടിലേക്ക് എത്തുന്ന ആ ഡെറിവേഷൻ പ്രോസസ്സാണ് അഡ്വാൻസ്ഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് വേണ്ടത്, എസ്പെഷ്യലി ഇൻ ഫിസിക്സ്. 25% ക്വസ്റ്റ്യൻസ് ക്യാൻ സോൾവ് വിത്ത് JEE മെയിൻ പ്രിപ്പറേഷൻ. JEE മെയിനിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ സ്കോർ ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ അഡ്വാൻസ്ഡ് എക്സാമിൽ ഒരു 25% മാർക്കൊക്കെ ഫിസിക്സിൽ എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ സാധിക്കും. പിന്നെ 50% ക്വസ്റ്റ്യൻസ് വിൽ ബി സ്ലൈറ്റ്ലി ടഫർ ആൻഡ് ലെങ്തി. ഇത് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. റിമൈനിങ് 25% ആർ റിയലി ടഫ് ആൻഡ് റിക്വയർസ് ഒളിമ്പിയാഡ് ലെവൽ പ്രിപ്പറേഷൻ. ആ ഫൈനൽ 25% സ്കോർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫിസിക്സ് ഒളിമ്പിയാഡ് ലെവൽ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ലിമിറ്റഡ് ടൈം, ആ 3 മണിക്കൂറിനുള്ളിൽ ഈ പറയുന്ന 25% നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അങ്ങനത്തെ ആളുകളാണ് നമ്മൾ കാണുന്ന ടോപ്പ് 100-ലും ടോപ്പ് 200-ലൊക്കെ എത്തുന്ന ഓൾ ഇന്ത്യ JEE അഡ്വാൻസ്ഡ് എക്സാമിൻ്റെ റാങ്ക് ഹോൾഡേഴ്സ്. പലരും ഒളിമ്പിയാഡ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ്. സോൾവ് JEE അഡ്വാൻസ്ഡ് PYQs ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ പാറ്റേൺ. അപ്പോൾ PYQ തന്നെയാണ് എല്ലാ തവണയും പറയുന്ന പോലെ PYQs തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിനെ തന്നെ ട്രസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഫോക്കസ് ഓൺ ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ്. അപ്പോൾ ഹൈ വെയിറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ JEE മെയിനിലൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഹൈ വെയിറ്റേജ് എന്ന് പറയുന്ന കുറേ ചാപ്റ്റേഴ്സ്, സ്ഥിരമായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. വേറൊരു കാര്യമുള്ളത്, കഴിഞ്ഞ വർഷമൊക്കെ 2 പേപ്പറിലും ഫിസിക്സിൽ ഒരു 17 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്, പേപ്പർ 2-ലും 17 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ടോട്ടൽ 34 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. ഇതിൽ പേപ്പർ 1-ൽ എല്ലാ ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, പേപ്പർ 2-ലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും കഴിയില്ല, ഇന്ന ചാപ്റ്ററിൽ നിന്ന് ഇത്ര ക്വസ്റ്റ്യൻ വരും, അങ്ങനെയൊന്നും എന്ത് ചെയ്യാൻ കഴിയില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ടൈം മാനേജ്മെന്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടൈം മാനേജ്മെന്റ് എന്നുള്ളത്. ലെങ്തി ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഇനി ബുക്കുകൾ റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു JEE മെയിൻ വരെ പഠിച്ചെത്തിയ ഒരാളാണെന്നുണ്ടെങ്കിൽ PYQs ഒക്കെ പിന്നെ എല്ലായിടത്തും അവൈലബിൾ ആണ്. അത് കൂടാതെ ഫിസിക്സ് ഫോർ JEE അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന 700+ അഡ്വാൻസ്ഡ് ഇല്ലസ്ട്രേഷൻസ് എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. അത്യാവശ്യം ഫേമസ് ആണ്, ഫിസിക്സ് ഗാലക്സി പബ്ലിഷ് ചെയ്യുന്ന ബുക്കാണ്. ഈ ബുക്കിൽ 700+ അഡ്വാൻസ്ഡ് എക്സാമിനൊക്കെ വരാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് സിറ്റുവേഷൻസ് ആണ്. അത്തരത്തിലുള്ള ഫിസിക്സ് സിറ്റുവേഷൻസ് സോൾവ് ചെയ്തിരിക്കുകയാണ്. ഇത് മുഴുവൻ നിങ്ങൾ തീർക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പല ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം റീസെൻ്റ്ലി അഡ്വാൻസ്ഡ് എക്സാം ക്ലിയർ ചെയ്ത പല കുട്ടികളോട് ചോദിച്ചാൽ ഈ ബുക്ക് ചിലപ്പം 2-3 തവണയൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ബുക്കാണ്. ദിസ് ബുക്ക് മേക്ക് യു ഫെമിലിയർ വിത്ത് JEE അഡ്വാൻസ്ഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേണുമായിട്ട് ഫെമിലിയർ ആകും. അല്ലാതെ ഈ 700-ൽ നിന്ന് 10 ക്വസ്റ്റ്യൻ വരും എന്നല്ല പറയുന്നത്, പക്ഷേ നിങ്ങൾക്ക് ആ പാറ്റേൺ മനസ്സിലാക്കാൻ സാധിക്കും. കെമിസ്ട്രിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ കെമിസ്ട്രി ഈസ് ടഫർ ദാൻ JEE മെയിൻ ആൻഡ് റിക്വയർ പ്രാക്ടീസ് ഓൺ അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതുപോലെ തന്നെ ഇനോർഗാനിക് ആൻഡ് ഓർഗാനിക് കെമിസ്ട്രി റിക്വയർ സ്ലൈറ്റ് പ്രിപ്പറേഷൻ ഇൻ തിയറി. കുറച്ചുകൂടി തിയറി നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ ഇനോർഗാനിക്കിലും ഓർഗാനിക്കിലും പഠിച്ചെടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കെമിസ്ട്രി ഈസ് സ്കോറിംഗ് കമ്പയർഡ് ടു ഫിസിക്സ് ആൻഡ് മാത്ത്. കെമിസ്ട്രിയാണ് ഇവിടെയും ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള പേപ്പറായിട്ട് വരാൻ പോകുന്നത്. ടൈം ബൗണ്ട് പ്രാക്ടീസ് ഓഫ് അഡ്വാൻസ്ഡ് PYQs ഇസ് റിക്വയർഡ് ഫോർ കെമിസ്ട്രി. കാരണം കെമിസ്ട്രിയിലെ സമയം സേവ് ചെയ്തിട്ട് വേണം നമുക്കത് ഫിസിക്സിലും മാത്സിലും യൂസ് ചെയ്യാൻ. ഫിനിഷ് കെമിസ്ട്രി ആസ് സൂൺ ആസ് പോസിബിൾ ടു സേവ് ടൈം ഫോർ ഫിസിക്സ് ആൻഡ് മാത്ത്. ഓക്കെ, 50% ക്വസ്റ്റ്യൻസ് ആർ സോൾവബിൾ. ഫിസിക്സിനേക്കാൾ കൂടുതൽ സോൾവബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കെമിസ്ട്രിയിൽ കാണാം. 30% ക്വസ്റ്റ്യൻസ് ആർ സ്ലൈറ്റ്ലി ടഫർ ആൻഡ് ലെങ്തി ആൻഡ് ഓൺലി 20% ക്വസ്റ്റ്യൻസ് ആർ ട്രിക്കി ആൻഡ് ഹാർഡ്. ഈവൺ അതിലും പലതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് കെമിസ്ട്രി അറിയുന്ന ഒരു കുട്ടിക്ക് സോൾവ് ചെയ്യാൻ സാധിക്കും. ആക്യുറസി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ കെമിസ്ട്രി. ഓക്കെ, ആക്യുറസി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമുക്ക് ആ കാൽക്കുലേഷൻ ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്തെത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബുക്സ് ടു റെഫർ: ഫിസിക്കൽ ആൻഡ് ഇനോർഗാനിക്കിന് ഫോർ തിയറി യൂസ്, ഫിസിക്കൽ ആൻഡ് ഇനോർഗാനിക് ഫോർ തിയറി യൂസ്, ക്ലാസ് നോട്ട്സ് ആൻഡ് മെറ്റീരിയൽസ്, ആൻഡ് ഫോർ പ്രാക്ടീസ് അഡ്വാൻസ് ക്വസ്റ്റ്യൻസ് ഈസ്
PYQs is enough. ഓക്കെ, അപ്പോൾ ഫിസിക്സിലും ഫിസിക്കൽ കെമിസ്ട്രിയിലും ഇനോർഗാനിക് കെമിസ്ട്രിയിലൊക്കെ നമുക്ക് ക്ലാസ് നോട്ട്സും നമ്മുടെ മെറ്റീരിയൽസും PYQs ഒക്കെ തന്നെ മതി. അതിനൊന്നും നമ്മൾ പുറത്ത് പോയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബുക്കുകളൊന്നും പഠിക്കേണ്ട. ഓർഗാനിക്കിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് PYQസിൻ്റെ കൂടെ MS ചൗഹാൻ്റെ അഡ്വാൻസ്ഡ് പ്രോബ്ലംസ് ഇൻ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ബുക്ക് സമയമുണ്ടെങ്കിൽ റെഫർ ചെയ്യാവുന്നതാണ്. ബാക്കിയെല്ലാം കെമിസ്ട്രിക്കൊന്നും നമ്മളങ്ങനെ ഒരുപാട് പുറത്തിറങ്ങിയിട്ട് ഒരുപാട് ഡിഫറെൻറ്റ് ബുക്കുകളൊന്നും ചിലപ്പോൾ എന്ത് ചെയ്യേണ്ട, നോക്കേണ്ട ആവശ്യം വരാറില്ല. നമ്മുടെ സിലബസിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് PYQസിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് പഠിക്കുന്നതായിരിക്കും ഏറ്റവും സേഫ്. ഇനി മാത്തമാറ്റിക്സിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്കറിയാം, മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് വളരെ ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. 20 to 25% ക്വസ്റ്റ്യൻസ് ആർ സോൾവബിൾ വിത്ത് എ ഗുഡ് പ്രിപ്പറേഷൻ ഫോർ JEE Main. JEE Mainന്റെ മാത്തമാറ്റിക്സിന് നന്നായിട്ട് പഠിച്ചൊരു കുട്ടിക്ക് അഡ്വാൻസ്ഡ് എക്സാമിൽ ഒരു 1/4 ക്വസ്റ്റ്യൻസേ ചെയ്യാൻ സാധിക്കുള്ളൂ. റെസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ആർ ലെങ്തി ആൻഡ് ടെസ്റ്റ് ഓർ ഡീപ്പസ്റ്റ് നോളജ് അല്ലെങ്കിൽ ഡീപ്പ് നോളജ് ഇൻ ദ സബ്ജക്ട്. ബാക്കി ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മാത്തമാറ്റിക്സ് നോളജ് വേണം, ഇൻറ്റ്യൂഷൻസ് വേണം, മാത്സിലെ ഇൻസ്റ്റിങ്ക്റ്റുകൾ വേണം. സം ക്വസ്റ്റ്യൻസ് മേ സീം ഈസി അറ്റ് ഫസ്റ്റ് ഗ്ലാൻസ് ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് എ ടഫ് ക്വസ്റ്റ്യൻ. ചിലതൊക്കെ ഈസി ആണെന്ന് തോന്നും, പക്ഷേ വളരെ ടഫായിരിക്കും. അതുകൊണ്ട് നമുക്ക് നല്ല ഗ്രാഫിക്കൽ നോളജ് വേണം, അതുപോലെ കണക്ട് ചെയ്യാൻ പറ്റണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരുപാട് കണക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓൾമോസ്റ്റ് ഓൾ ദ ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും, പല ചാപ്റ്റേഴ്സും ലിങ്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അത് മൾട്ടി ചാപ്റ്റർ നമുക്ക് ലിങ്ക് ചെയ്ത് ചിന്തിക്കാനുള്ള കഴിവ് വേണം. സിമിലർലി സെയിം ക്വസ്റ്റ്യൻസ് സെയിം ലെങ്തി ആൻഡ് ഹാർഡ് അറ്റ് ഫസ്റ്റ്, ആക്ച്വലി ഇറ്റ് ഈസ് എൻ ഈസി ക്വസ്റ്റ്യൻസ്. ഇത് എപ്പോഴും അഡ്വാൻസ് എക്സാമിന് വരാറുണ്ട്. കാണുമ്പോൾ ടഫ് ആണെന്ന് തോന്നും, വലിയ ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷേ സൊല്യൂഷൻ സിമ്പിൾ ആയിരിക്കും. എന്നാൽ കാണുമ്പോൾ ചെറുതാണെന്ന് തോന്നും, പക്ഷേ സൊല്യൂഷൻ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട്. സെലക്ട് സോൾവബിൾ ക്വസ്റ്റ്യൻസ് ആൻഡ് അവോയ്ഡ് ഹാർഡ് ആൻഡ് ലെങ്തി ക്വസ്റ്റ്യൻസ്. മാത്തമാറ്റിക്സിലും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ എസ്പെഷ്യലി റൗണ്ട് 1 ഒരിക്കലും ഹാർഡ് ആയിട്ടുള്ള ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തത്. അതൊക്കെ ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അറ്റംപ്റ്റ് മാത്ത് ആഫ്റ്റർ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ലേൺ ടെക്നിക്സ് ലൈക്ക് ഗ്രാഫിക്കൽ അപ്രോച്ച് ഫോർ പ്രോബ്ലം സോൾവിങ്. അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആവട്ടെ, അതുപോലെ കാൽക്കുലസ് ആവട്ടെ, അതിലൊക്കെ നമുക്ക് ഗ്രാഫിക്കൽ അപ്രോച്ചിലൂടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. ഈവൻ കോംപ്ലക്സ് നമ്പേഴ്സ് അടക്കം നമുക്ക് നല്ല ഗ്രാഫിക്കൽ നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ, കോർഡിനേറ്റ് ജോമെട്രിയുടെ നല്ല നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് PYQs തന്നെയാണ് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം. കഴിഞ്ഞ 5, 6, 7 വർഷത്തെ PYQs തന്നെ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസ് വേണമെന്നുണ്ടെങ്കിൽ അരിഹന്തിൻ്റെ സ്കിൽസ് ഇൻ മാത്തമാറ്റിക്സ് ഫോർ IIT JEE എന്ന് പറയുന്ന സീരീസ് ഉണ്ടെങ്കിൽ റെഫർ ചെയ്യാവുന്നതാണ്. ഇനി എല്ലാം കൂടെ റെഫർ ചെയ്യാവുന്ന സമയമില്ല. ഇനി ഏതെങ്കിലും നിങ്ങൾക്ക് വീക്ക് ആയിട്ടുള്ളത് ചിലപ്പോൾ ഓൾജിബ്ര ആണെങ്കിൽ അത് മാത്രം എടുത്തിട്ട് റെഫർ ചെയ്യാം. അതിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാവുന്നതാണ്. ആൻഡ് മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുമ്പം ശ്രദ്ധിക്കണം, എന്താണ്, റൈറ്റ് 6 hour മോക്ക് ടെസ്റ്റ് വൺസ് എ വീക്ക് ബിഫോർ ദ സെക്കൻഡ് സെഷൻ. JEE Mainന്റെ സെഷൻ 2 വരുന്നതിൻ്റെ മുന്നേ തന്നെ ഇപ്പം മുതൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ആഴ്ചയിലും 3 മണിക്കൂർ വീതമുള്ള 2 പേപ്പറുകൾ ഒരു ദിവസം തന്നെ അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. ആക്ച്വൽ അഡ്വാൻസ്ഡ് എക്സാം എങ്ങനെയാണോ അതുപോലെ അതേ സമയത്ത് തന്നെ നിങ്ങൾ വീക്കിലി എന്ത് ചെയ്യണം, ഒരു 6 hour മോക്ക് ടെസ്റ്റ്, ഒന്ന് രാവിലെ 9:30 മുതൽ 12:30 വരെ, അത് കഴിഞ്ഞ് 2:30 മുതൽ 5:30 വരെ. ആ സംഭവം നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. ആഫ്റ്റർ സെക്കൻഡ് സെഷൻ ഇൻക്രീസ് ദ ഫ്രീക്വൻസി. വൺസ് ഇൻ എ വീക്കിന് പകരം ട്വൈസ് ഇൻ എ വീക്ക് ആക്കുക, അല്ലെങ്കിൽ ത്രൈസ് ഇൻ എ വീക്ക് ആക്കുക. മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണോ അഡ്വാൻസ് എക്സാമിൻ്റെ ദിവസം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, അതേ സംഭവം നിങ്ങൾ ഇപ്പോൾ മുതൽ തന്നെ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ചെയ്യണം. പ്രാക്ടീസ് ടു സ്കിപ്പ് ഹാർഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ചൂസ് സോൾവബിൾ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതും നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഏത് ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യണം, ഏത് സോൾവ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഈ പ്രാക്ടീസിലൂടെയാണ് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുക. പ്രാക്ടീസ് മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ലൈക്ക് മൾട്ടിപ്പിൾ ചോയ്സ്, മെട്രിക്സ്, മാച്ച് ആൻഡ് ന്യൂമറിക്കൽ എല്ലാം സോൾവ് ചെയ്ത് പഠിക്കുക. ഫൈൻഡ് ഹൈ വെയിറ്റേജ് ഏരിയാസ് ഇൻ ഈ സബ്ജക്ട്. ഓരോ സബ്ജക്റ്റിലെയും ഹൈ വെയിറ്റേജ് ഏരിയാസ് ഉണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്തിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് JEE Main ലെവലിൽ ഇപ്പം നിൽക്കുന്ന കുട്ടികൾ, അതും 98+% കിട്ടാൻ സാധ്യതയുള്ള കുട്ടികൾ അഡ്വാൻസ്ഡ് എക്സാമിലേക്ക് എങ്ങനെ ലെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസറാണ് ഞാൻ ഇത്രയും നേരം എക്സ്പ്ലെയിൻ ചെയ്തത്. എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ എന്നുള്ളത് അഡ്വാൻസ്ഡ് ആസ്പിറൻസ് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് എനിക്ക് 90% to 95% ഇടയിൽ നിൽക്കുന്ന കുട്ടികളോട് പറയാനുള്ളത്, അഡ്വാൻസ്ഡ് എക്സാമിന് വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഇപ്പം നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. നിങ്ങൾ എന്തിന് മാത്രം ഫോക്കസ് ചെയ്താൽ മതി, മെയിൻസിന് മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ, 95-ന് മുകളിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നിങ്ങൾ അഡ്വാൻസ് എക്സാമിന് വേണ്ടി മാറ്റി വെക്കുക, ബാക്കി സമയം മുഴുവൻ മെയിൻസിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക. 98+ ഉള്ള ലെവലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ഒരു 180+ മാർക്കൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സെഷനിലും ആ സിമിലർ മാർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ മോസ്റ്റ് പ്രോബബ്ലി സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഫുൾ ഫോക്കസ് എന്ത് ചെയ്യുക, അഡ്വാൻസ്ഡ് എക്സാമിന് വേണ്ടി മാറ്റി വെക്കുക. IIT-കൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സ്വപ്നം കണ്ട് പഠിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്. കൂടുതൽ സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. അഡ്വാൻസ്ഡ് എക്സാമുമായി ബന്ധപ്പെട്ട് കൂടുതൽ കണ്ടന്റും അതുപോലെ തന്നെ കൂടുതൽ ക്ലാസ്സസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.